സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്രിനോറിസെപ്റ്റർ ആഗോണിസ്റ്റ് ആണ്. നമുക്ക് 3 ടൈപ്സ് ആണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ആക്ടിങ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ആക്ടിങ്, മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മിക്സഡ് ആക്ടിങ് ആണ്. എന്താണ് ഡയറക്റ്റ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് റിസപ്റ്ററിൽ ആക്ട് ചെയ്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അഡ്നോ റിസപ്റ്റേഴ്സിൽ ഡയറക്റ്റായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡയറക്റ്റ് ആക്ടിങ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ that increase the stimulation of adrenoceptors by increasing the concentration of norepinephrine at sympathetic neuroeffector junction. അപ്പം അവിടെ നിന്ന് പറയുന്നത് നമ്മളുടെ നെർവ് എൻഡിങ്ങില്ലേ, ആ നെർവ് എൻഡിങ്ങിൽ എൻട്രായിട്ട് ഈ ഡ്രഗ് നെർവ് എൻഡിങ്ങിൽ എൻട്രായിട്ട് നമ്മളെ എൻഡോജീനിയസ്, അതായത് നമ്മളെ ശരീരത്തുള്ള എൻഡോജീനിയസ് ആയിട്ടുള്ള എപ്പിനെഫ്രിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുക. അതായത് അതിൻ്റെ കോൺസെൻട്രേഷനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ക്ലെഫ്റ്റ്, ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഇല്ലേ, ആ നെർവ് എൻഡിങ്ങിൽ നിന്നുള്ള റിലീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് റിസപ്റ്റേഴ്സിനെ അല്ല ആക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് നെർവ് എൻഡിങ്ങിൽ എൻട്രായിട്ട് അവിടെ നിന്നുള്ള പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യിക്കുകയാണെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് ആക്ടിങ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുന്ന കൊക്കൈൻ എന്താ ചെയ്യുന്നത്? ഇൻഹിബിറ്റ്സ് കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ ലൊക്കേറ്റഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ പ്രീസിനാപ്റ്റിക് സിമ്പത്തറ്റിക് ന്യൂറോൺ ആൻഡ് thereby decrease the neuronal reuptake of norepinephrine and increase its synaptic concentration. അപ്പോൾ കൊക്കൈൻ്റെ കാര്യം ആൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു. അതായത് കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടറിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടല്ലോ, കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതായത് അതിന് തിരിച്ചകത്തോട്ട് നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്തേക്കുന്നത് തിരിച്ചകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ ന്യൂറോണൽ റീഅപ്ടേക്ക് മെക്കാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. thereby decrease the neuronal reuptake mechanism. കൊക്കൈൻ എന്ത് ചെയ്യും? കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും? നോറെപ്പിനെഫ്രിൻ്റെ റിലീസില്ലേ, നോറെപ്പിനെഫ്രിൻ്റെ റിലീസിനെ അകത്തോട്ട്, കാരണം ഇത് ഞാൻ ഒരു വട്ടം പറഞ്ഞതുകൊണ്ടാണ്, മറ്റേ പഴയ പിക്ചറിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഞാനിവിടെ പിക്ചർ ഇടാത്തത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് ഉൾക്കൊള്ളുക. thereby decrease the neuronal reuptake of norepinephrine and increase the synaptic concentration. ആ നോറെപ്പിനെഫ്രിൻ്റെ അകത്തോട്ടുള്ള ആ റീഅപ്ടേക്ക് മെക്കാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി നോറെപ്പിനെഫ്രിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് കൊക്കൈൻ അവിടെ ആക്ട് ചെയ്യുന്നത്. അടുത്തെന്ന് വെച്ചാൽ ആംഫിറ്റമിൻ ആണ്. ആംഫിറ്റമിനും സെയിം അതുപോലെ തന്നെ നമ്മളുടെ ആ നെർവ് എൻഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആംഫിറ്റമിനും. ഓക്കെ, ആംഫിറ്റമിൻ ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സിമ്പത്തറ്റിക് നെർവ് ടെർമിനൽ ബൈ കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ. ഓർത്തോളുക, ഈ നോൺ കാറ്റക്കോളമൈൻസ് ഇല്ലേ, നോൺ കാറ്റക്കോളമൈൻസ്, മെജോറിറ്റി ഓഫ് ദ നോൺ കാറ്റക്കോളമൈൻസ് ഇൻഡയറക്റ്റ് ആക്ടിങ് ആണ്, ഡയറക്റ്റ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ് ആക്ടിങ് ആയിരിക്കും. അതായത് ഈ ട്രാൻസ്പോർട്ടർ നെർവ് എൻഡിങ് വഴി എൻട്രി ചെയ്തിട്ട് എൻഡോജീനിയസ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള എപ്പിനെഫ്രിൻ്റെയും നോറെപ്പിനെഫ്രിൻ്റെയും റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആയിരിക്കും കൂടുതലും നോൺ കാറ്റക്കോളമൈൻസ്. അതായത് ആംഫിറ്റമിൻ ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സിമ്പത്തറ്റിക് നെർവ് ടെർമിനൽ by catecholamine transporter. Once inside the sympathetic neuron, amphetamine inhibit the storage of norepinephrine by neuronal vesicle. This increases the cytoplasmic concentration of norepinephrine, leading to the reverse transportation of norepinephrine into the synapse by catecholamine transporter. അപ്പോൾ ആംഫിറ്റമിൻ എന്താണ് ചെയ്യുന്നത്? ആംഫിറ്റമിൻ നമ്മളുടെ തിരിച്ചുള്ള റീഅപ്ടേക്ക്, അതായത് നോറെപ്പിനെഫ്രിനെ റിലീസ് ആ ഒരു അതിൻ്റെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല, നോറെപ്പിനെഫ്രിനെ റിലീസ് ചെയ്ത് തിരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല, ആ സ്റ്റോർ ചെയ്ത് വെക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ തിരിച്ച് അങ്ങോട്ടുള്ള ആ സ്റ്റോറേജ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. ആരുടെ പണിയാണ്? ആംഫിറ്റമിൻ്റെ പണി. അപ്പോൾ എന്ത് സംഭവിക്കും? സൈറ്റോപ്ലാസ്മിക്കിലുള്ള കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, നോറെപ്പിനെഫ്രിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും? റിവേഴ്സായിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. എങ്ങോട്ട്? നമ്മളുടെ സിനാപ്സിലോട്ട് അത് തിരിച്ച് റിവേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, ത്രൂ കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ. കാറ്റക്കോളമൈൻ ട്രാൻസ്പോർട്ടർ വഴി തിരിച്ചത് നോറെപ്പിനെഫ്രിൻ തിരിച്ച് ആ സിനാപ്സിലോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ആംഫിറ്റമിൻ്റെ
മെക്കാനിസം ഓഫ് ആക്ഷൻ. മിക്സഡ് അഗോണിസ്റ്റിനകത്താണെങ്കിൽ എഫിഡ്രിൻ ആണ് പറയുന്നത് എക്സാമ്പിളായിട്ട് ഹാവ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആക്ഷൻ. അപ്പം എഫിഡ്രിൻ എന്ന് പറയുന്ന ഡ്രഗിന് രണ്ട് ആക്ഷനും ഉണ്ട്, ബോത്ത് ഡയറക്റ്റും ഇൻഡയറക്റ്റും ആക്ഷൻ ഉള്ളതാണ് എന്ത് എഫിഡ്രിൻ ആലോചിച്ചോളുക. ഇത് നോൺ കാറ്റക്കോളമൈൻ ആണ്, അതിന് രണ്ട് ആക്ഷനും ഉണ്ട്, ഡയറക്റ്റ് ആക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ആക്ഷനും ഉണ്ട്, ഓർത്തോളുക. അപ്പം നമുക്ക് ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്രിനോറിസെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മൂന്നെണ്ണമാണ്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, പിന്നെ മിക്സഡ്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് റിസപ്റ്ററിനെ ആക്ട് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എപ്പോഴും ആലോചിച്ചോളാം, ഡയറക്റ്റ് ആക്ടിംഗ് എന്ന് പറയുന്നത് കാറ്റക്കോളമൈൻസ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ആക്ടിംഗ് എന്ന് പറയുന്നത് നോൺ കാറ്റക്കോളമൈൻസ് ആയിരിക്കും. മിക്സഡ് ആക്ടിംഗ് എന്ന് പറയുന്നത് രണ്ടിലും ആക്ട് ചെയ്യും, ബോത്ത് കാറ്റക്കോളമൈൻസ് നോൺ കാറ്റക്കോളമൈൻ ആയിട്ടുള്ള എഫിഡ്രിൻ ആണ് മിക്സഡ് ആക്ടിങ് അഗോണിസ്റ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചേക്കുക. ഡ്രഗ്സ് നോക്കാം നമുക്ക് അടുത്തത്. സോ എന്തൊക്കെയാണ് കാറ്റക്കോളമൈൻസിനകത്ത് വരുന്നത്? എന്തൊക്കെയാണ്? നാച്ചുറലി നമ്മൾ എൻഡോജീനിയസ് ആയിട്ട് നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ നോറെപ്പിനെഫ്രിൻ, വിച്ച് ഈസ് നോറെപ്പിനെഫ്രിൻ ആൻഡ് എൻഡോജീനിയസ് സിമ്പത്തറ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ, എപ്പിനെഫ്രിൻ പ്രിൻസിപ്പൽ ഹോർമോൺ ഓഫ് adrenal medulla, പിന്നെ ഡോപ്പമിൻ എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ആൾസോ എ പ്രീകർസർ ടു നോറെപ്പിനെഫ്രിൻ ആൻഡ് എപ്പിനെഫ്രിൻ. അല്ലേ, നോറെപ്പിനെഫ്രിനും എപ്പിനെഫ്രിനും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഡോപ്പമിൻ നമ്മളെ ടൈറോസിൻ ഓർക്കുന്നുണ്ടോ? ആ പാർട്ട് പോലെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത സിന്തറ്റിക് കാറ്റക്കോളമൈൻസ് ഇൻക്ലൂഡ്. സിന്തറ്റിക് നമ്മൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ്? ഐസോപ്രോട്രിനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിൻ. അതിന് 2-3 പേരുണ്ട്, ഐസോപ്രോട്രിനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിൻ എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് ഡോബ്യൂട്ടമിൻ. ഓക്കെ, ഇത് രണ്ടുമാണ് സിന്തറ്റിക് ആയിട്ടുള്ള കാറ്റക്കോളമൈൻസ്. സോ നെക്സ്റ്റ് ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. അതായത് കെമിസ്ട്രിയും ഫാർമക്കോകൈനറ്റിക്സും ആൾറെഡി ഞാൻ പറഞ്ഞതാണ് എന്താണുള്ളതെന്നൊക്കെ വായിച്ച് നിൽക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത ഒരു കാര്യം, ഇതിനകത്തൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ദീസ് ഡ്രഗ് ഹാവ് ലോ ഓറൽ ബയോഅവൈലബിലിറ്റി. അത് പറഞ്ഞ ഷോർട്ട് പ്ലാസ്മ ഹാഫ് ലൈഫാണ്. ആൻഡ് ദേ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പേരൻ്റലി. അത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. GIT അബ്സോർപ്ഷൻ നടക്കത്തില്ല, അതുകൊണ്ട് പേരൻ്റലി തന്നെ കൊടുക്കണം. വെൻ എ സിസ്റ്റമിക് ആക്ഷൻ ഈസ് റിക്വയർഡ്, എക്സ്പെഷ്യലി സിസ്റ്റമിക് ആക്ഷൻ, അതായത് അനാഫൈലാറ്റിക് ഷോക്ക് എന്ന് പറയുമ്പം എന്തെങ്കിലും സിവിയറായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ കാരണമായിരിക്കും കൂടുതലും ഈ അനാഫൈലാറ്റിക് ഷോക്സ് തന്നെ. സിവിയറായിട്ടുള്ള ബ്രോങ്കോ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും അപ്പം കൊടുക്കേണ്ടത്. അതായത് പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം ആക്ഷൻ കിട്ടാൻ. അപ്പോൾ നമ്മൾ ഏത് ഡ്രഗ് ആയിരിക്കും ഇവിടെ കൊടുക്കുക? എപ്പിനെഫ്രിൻ കൊടുക്കുക അല്ലേ, കാരണം β1 β2 ഒക്കെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? എപ്പിനെഫ്രിൻ. അപ്പം കാറ്റക്കോളമൈൻസ് കൊടുക്കും ഈ ഒരു കേസിൽ, അതായത് ട്രീറ്റ്മെൻറ്റ് ഓഫ് അനാഫൈലാറ്റിക് ഷോക്കിൻ്റെ കേസിൽ പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നോക്കിക്കുക മെക്കാനിസം ഓഫ് ആക്ഷൻ, മെക്കാനിസം ആൻഡ് എഫക്റ്റ് ഓഫ് കാറ്റക്കോളമൈൻസ്. അപ്പം എന്നാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതിന് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ദ അമൈൻ ഗ്രൂപ്പ് ഡിറ്റർമൈൻസ് ദ റിലേറ്റീവ് അഫിനിറ്റി ഫോർ ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനോറിസെപ്റ്റേഴ്സ്, അത് പറഞ്ഞ കാര്യമാണ്. ഡ്രഗ്സ് വിത്ത് ലാർജ് ആൽക്കൈൽ ഗ്രൂപ്പ് ഹാവ് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ബീറ്റ അഡ്രിനോറിസെപ്റ്റേഴ്സ് ദാൻ ഡു വിത്ത് സ്മാൾ ആൽക്കൈൽ ഗ്രൂപ്പ്. അതായത് അമൈനകത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിനെഫ്രിൻ ഈസ് മോർ potent agonist at all alpha and beta adrenoreceptor. എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഡ്രഗ് എപ്പോഴും പൊട്ടൻ്റ് ആയിരിക്കും അറ്റ് ആൾ ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനോറിസെപ്റ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ഷൻ അതിനെന്ന് വെച്ചാൽ അമൈൻ ഗ്രൂപ്പിൻ്റെ അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് ആൽഫയ്ക്കും ആൽഫ 1-ലും ബീറ്റ 1-ലും ബീറ്റ 2-ലും എല്ലാം ഒരുപോലെ ആക്ട് ചെയ്യുന്നൊരു ഡ്രഗ് ആയിരിക്കും എന്ത്? എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഡ്രഗ്. നോറെപ്പിനെഫ്രിൻ ഡിഫർ ഫ്രം എപ്പിനെഫ്രിൻ only in that it has greater affinity for beta 1 adrenoreceptors than for beta 2 adrenoreceptors. നോറെപ്പിനെഫ്രിന് എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോറെപ്പിനെഫ്രിന് ബീറ്റ 1-ലോട്ടായിരിക്കും കൂടുതൽ അഫിനിറ്റി ദാൻ ബീറ്റ 2.
ഓക്കെ, ബീറ്റ ടൂവിലെയും കാട്ടി ബീറ്റ ഒന്നിലോട്ടുള്ള അഫിനിറ്റി കൂടുതലായിരിക്കും. ബീറ്റ ഒന്നിലോട്ടും അതുപോലെ തന്നെ ആൽഫ ഒന്നിലോട്ടുമുള്ള അഫിനിറ്റി കൂടുതലായിരിക്കും എന്ത് നോറെപ്പിനെഫ്രിന്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസ് നോറെപ്പിനെഫ്രിൻ കൺസ്ട്രിക്ട് ആൾ ബ്ലഡ് വെസൽസ് വെയറാസ് എപ്പിനെഫ്രിൻ കൺസ്ട്രിക്ട് സം ബ്ലഡ് വെസൽസ് ബട്ട് ഡയലേറ്റ് അതേഴ്സ്. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കുക. നോറെപ്പിനെഫ്രിൻ കൺസ്ട്രിക്ട് ആൾ ബ്ലഡ് വെസൽസ്, കാരണം നോറെപ്പിനെഫ്രിൻ എന്താ ആൽഫ ആണ്. ആൽഫ വണ്ണിൻ്റെ പ്രത്യേകത എന്താ? ആൽഫ വണ്ണിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമ്മളെ ബ്ലഡ് വെസൽസ് എല്ലാം കൺസ്ട്രിക്ഷനാണ് ഉണ്ടാകുന്നത് അല്ലേ. അതേസമയം എപ്പിനെഫ്രിനകത്ത് എന്തൊക്കെയുണ്ട്? ആൽഫ ഒന്നും ഉണ്ട്, ബീറ്റ ഒന്നും ഉണ്ട്, ബീറ്റ ടൂവും ഉണ്ട്. എപ്പിനെഫ്രിന് കുറച്ചും കൂടെ എങ്ങോട്ടാ ഒരു ചായ്വ്? ബീറ്റ ടൂവിനകത്തോട്ടൊരു ചായ്വ് ഉണ്ടല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എപ്പിനെഫ്രിൻ കൊടുത്തു കഴിയുമ്പം ചിലയിടത്തോട്ടുള്ള, അതായത് നമ്മളുടെ വസ്കുലർ സ്മൂത്ത് മസിൽസിനകത്തോട്ടും ലങ്സിനകത്തോട്ടും അങ്ങോട്ടൊക്കെയുള്ളത് എന്താ വെച്ചാൽ ബീറ്റ ടു ആണ് അങ്ങോട്ടെല്ലാം ഉള്ളത്. അതിനെല്ലാം ഡയലേറ്റ് ചെയ്യും. എങ്കിൽ ഈ എപ്പിനെഫ്രിൻ വേറെ എങ്ങോട്ടുള്ള ആൽഫ ഒന്നിലോട്ടും ഇതിനെന്ത് അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ആൽഫ ഒന്നിന് എന്താ ചെയ്യുക? കൺസ്ട്രക്ഷൻ നടക്കും അല്ലേ. കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ, വസ്കുലർ സ്മൂത്ത് മസിൽസിൻ്റെ അല്ലെ വസ്കുലർ ബ്ലാഡർ, പ്രോസ്റ്റേറ്റിനകത്തോട്ടുള്ള എല്ലാത്തിനെയും കൺസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, ആൽഫ 1 കൺസ്ട്രക്ഷൻ. ഓക്കെ, ബീറ്റ 1 പറയുന്നത് ബീറ്റ 2 എന്ന് പറയുന്നത് എന്താണ്? ഡയലേറ്റേഷൻ എഫക്റ്റാണ്. നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡയലേറ്റ് ചെയ്യും ബ്ലഡ് വെസൽസിനെ. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. നോറെപ്പിനെഫ്രിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് വെസൽസിനെയും കൺസ്ട്രിക്റ്റ് ചെയ്യും. അതേസമയം എപ്പിനെഫ്രിൻ കൊടുത്താൽ ചില ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്യും, അതേസമയം ചില ബ്ലഡ് വെസൽസിനെ അത് ഡയലേറ്റ് ചെയ്യും. ഓർത്ത് വെച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നോറെപ്പിനെഫ്രിന് അഫിനിറ്റി എന്ന് പറയുന്നത് ആൽഫ 1ലും ബീറ്റ 1ലുമാണ്. ബീറ്റ 2വിനോട് അതിന് അഫിനിറ്റി ഇല്ല. അതേസമയം എപ്പിനെഫ്രിന് എല്ലാത്തിനകത്തോട്ടും അഫിനിറ്റി ഉണ്ട്. അത് ആൽഫ 1 റിസപ്റ്റേഴ്സിനകത്തോട്ടും ബീറ്റ 1 റിസപ്റ്റേഴ്സിനകത്തോട്ടും ബീറ്റ 2 റിസപ്റ്റേഴ്സിനകത്തോട്ടും എപ്പിനെഫ്രിന് ഒരുപോലെ അഫിനിറ്റി ഉണ്ട്. ഓക്കെ, പൊട്ടൻ്റ് അഗോണിസ്റ്റ് ആണ് എന്ത്? എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഐസോപ്രോട്രിനോൾ ഓർ ഐസോപ്രീനാലിൻ, ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് ഹൈ ആയിട്ട് ബീറ്റ 1ലോട്ടും ബീറ്റ 2ലോട്ടും ആയിരിക്കും അതിന് അഫിനിറ്റി ഉള്ളത്. ഓക്കെ, സെലക്റ്റീവ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ആൻഡ് ഹാസ് ലിറ്റിൽ അഫിനിറ്റി ടു ആൽഫ റിസപ്റ്റേഴ്സ്. അതിന് ആൽഫയിലോട്ടുള്ള അഫിനിറ്റി വളരെ കുറവുമായിരിക്കും. എന്തുകൊണ്ടാണ് ബീറ്റ 1ലോട്ടും ബീറ്റ 2ലോട്ടും അഫിനിറ്റി കൂടുതലെന്ന് നിങ്ങൾക്കറിയാം. കാരണം അമൈൻ ഗ്രൂപ്പിനകത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അമൈൻ ഗ്രൂപ്പിനകത്തുള്ള കണ്ടോ, അതിനകത്തൊരു അറ്റാച്ച്മെൻറ്റ്, അവിടുത്തെ ഒരു ഹെവിനെസ് കാണുന്നുണ്ടല്ലേ. സോ ദേ ഹാവ് ദ അഫിനിറ്റി ടുവേഴ്സ് ദ ബീറ്റ റിസപ്റ്റേഴ്സ്. അതേസമയം ഡൊബ്യൂട്ടമിൻ പ്രൈമറിലി സ്റ്റിമുലേറ്റ് ബീറ്റ 1 റിസപ്റ്റേഴ്സ്. അപ്പോൾ ഡൊബ്യൂട്ടമിനെ ആലോചിച്ചാലേ ഓർത്തോളൂ, അത് ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മളെ ഹേർട്ടിനെ ആയിരിക്കും, ബീറ്റ 1 റിസപ്റ്റർ. പിന്നെ ചെറുതായിട്ട് ബീറ്റ 2നെയും ആൽഫ റിസപ്റ്റേഴ്സിനെയും, ബീറ്റ 2 ലങ്സിനെയും ആൽഫ റിസപ്റ്റേഴ്സിനെയും അത് ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം പ്രൈമറി ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ബീറ്റ 1 റിസപ്റ്റേഴ്സിനെയാണ്, വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എ ഹാർട്ട്. അടുത്ത ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ആക്ടിവേറ്റ് D1 റിസപ്റ്റേഴ്സ്. നമ്മളെ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ തന്നെയായിരിക്കും ഡോപ്പമിൻ ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഹാസ് സ്റ്റിമുലേഷൻ ഓൺ ബീറ്റ 1 റിസപ്റ്റേഴ്സ് ആസ് വെൽ ആസ് ആൽഫ 1 റിസപ്റ്റേഴ്സ്. Okay, unlike the other catecholamines, dopamine also stimulates the release of norepinephrine from sympathetic neuron. For this reason, dopamine is both direct acting and an indirect acting receptor agonist. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കാരണം വെച്ചാൽ ഡയറക്റ്റായിട്ട് ചെന്ന് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ നെർവ് എൻഡിങ്ങിൽ പോയി അവിടുന്ന് എപ്പിനെഫ്രിൻ്റെ നോറെപ്പിനെഫ്രിനെ റിലീസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡോപ്പമിനാണ്. ഓക്കെ, സോ ഡോപ്പമിൻ ഈസ് ദ ബോത്ത് ഡയറക്റ്റ് ആക്ടിങ് ആൻഡ് ഇൻഡയറക്റ്റ് ആക്ടിങ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ എഫക്ട്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളെ സിമ്പത്തോമൈമെറ്റിക് ഡ്രഗ്സ് ഹൗ ഈസ് ഗോയിങ് ടു ആക്ട് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചേക്കുക. കാരണം നെക്സ്റ്റ് സെമ്മിലും നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇത് കേൾക്കുക. Okay, so the cardiovascular effect of norepinephrine primarily results from the activation of alpha 1 adrenoceptors. നിങ്ങൾക്കറിയാം, നോറെപ്പിനെഫ്രിനെ കുറച്ച്
അഫിനിറ്റി കൂടുതൽ എങ്ങോട്ടാണ്? ആൽഫ 1 ഓക്കെ. സോ അതിൻ്റെ എഫക്റ്റ് ആൽഫ 1 അഡ്രിനോറിസെപ്റ്റേഴ്സിലോട്ട് വെച്ചായിരിക്കും തുടങ്ങുക. അപ്പോൾ ആൽഫ 1 എവിടെയാണ് കൂടുതലും ഉള്ളത്? നമ്മളുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനകത്ത്. ഓഫ് കോഴ്സ് ആർട്ടറീസിലും വെയിൻസിലും എല്ലാം കാണുന്നത് എന്താണ്? ആൽഫ 1 അഡ്രിനോറിസെപ്റ്റേഴ്സാണ്. ഞാൻ ആ പിക്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഹാർട്ടിനകത്തുള്ളത് ബീറ്റ 1 ആണെങ്കിലും ആ ഹാർട്ടിനകത്ത് നിന്ന് പോകുന്ന ആർട്ടറീസിനകത്തും വെയിൻസിനകത്തും പ്രസൻറ്റ് ചെയ്തേക്കുന്ന എന്താണ്? ആൽഫ 1 അഡ്രിനോറിസെപ്റ്റേഴ്സാണ്. Okay, so activation produces vasoconstriction and increase peripheral resistance, which in turn increase systolic and diastolic blood pressure. ഒറ്റ സിമ്പിൾ വേർഡാണ്, പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സെൻറ്റൻസാണ് ആ 4 വരി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഒരു ആൽഫ 1 അഡ്രിനോറിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം എന്തുണ്ടാകും? വാസോ കൺസ്ട്രിക്ഷൻ. ആ ആർട്ടീരിയോൾസ് കൺസ്ട്രിക്റ്റ് ചെയ്യും. കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ പിക്ചർ നോക്കിക്കേ. പിക്ചറിനകത്ത് ആ റെഡ് കളറിലുള്ളതാണ് ആർട്ടീരിയോൾസ് അല്ലേ? അവിടെ എന്തുണ്ട്? ആൽഫ 1 അഡ്രിനർജിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം അവിടെയുള്ള ആർട്ടീരിയോൾസ് കൺസ്ട്രിക്റ്റ് ചെയ്യും. കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടത്തുള്ള ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. സിസ്റ്റോളിക്കായിട്ടുള്ള അവിടെയുള്ള ആ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. വിച്ച് ഇൻ ടേൺ ഇൻക്രീസ് സിസ്റ്റോളിക്. അവിടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓർത്തോളുക, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ്. അതായത് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ്. നെക്സ്റ്റ് പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ആൾസോ ഇൻ ടേൺ ഇൻക്രീസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സിസ്റ്റോളിക്കും ഇൻക്രീസ് ചെയ്യും, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും ഇൻക്രീസ് ചെയ്യും. ഞാൻ എന്താണ് സിസ്റ്റോളിക്, എന്താണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അറിയോ? മറന്നുപോയോ എല്ലാം? നോക്കിയേ, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അടുത്ത നോക്കിയാൽ നോറെപ്പിനെഫ്രിൻ ക്യാൻ കോസ് റിഫ്ലെക്സ് ബ്രാഡികാർഡിയ ഇഫ് ബ്ലഡ് പ്രഷർ ഇൻക്രീസസ് സഫിഷ്യൻ്റ്ലി ടു ആക്ടിവേറ്റ് ദ ബാരോറിസെപ്റ്റർ റിഫ്ലെക്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ഈ നോറെപ്പിനെഫ്രിൻ മീൻസ് അളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിഫ്ലെക്സ് ബ്രാഡികാർഡിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? റിഫ്ലെക്സ് ചെയ്യും. ബാരോറിസെപ്റ്റേഴ്സ് സെൻസ് ചെയ്യും ഇത് ഓവറായിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇൻഹിബിറ്ററി ആക്ഷൻ വരുമ്പോഴത്തേക്ക് അത് ബ്രാഡികാർഡിയ, അതായത് ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ടു ആക്ടിവേറ്റ് അത് ബാരോറിസെപ്റ്റേഴ്സ് വഴിയാണ് ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവാറുള്ളത്. So cardiovascular effects of norepinephrine primarily result from the activation of alpha 1 adrenoreceptors. അപ്പം നോറെപ്പിനെഫ്രിന് എപ്പോഴും ആൽഫ 1 കുറച്ച് അഫിനിറ്റി കൂടുതൽ ദാൻ ബീറ്റ 1. ഓക്കെ, ബീറ്റ 1 കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നുന്നത് എങ്ങോട്ടായിരിക്കും? ആൽഫ 1 എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. So activation produces vasoconstriction and increase peripheral resistance, which in turn increases systolic and diastolic blood pressure. അപ്പം ഇവിടെ ഒരു കാര്യം, ഞാനൊരു ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറച്ച് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ടൊരു പേഴ്സൺ ആണെന്ന് വെച്ചോ. അപ്പോൾ അയാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ഓക്കെ, ആ ഒരു പേഴ്സണ് ഇപ്പം നമ്മൾ നോറെപ്പിനെഫ്രിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ കാർഡിയോവാസ്കുലർ എഫക്ട്സ് ആണ് അയാൾക്ക് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം അയാളുടെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്, നമ്മളിപ്പം നോറെപ്പിനെഫ്രിൻ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്? ആൽഫ റിസെപ്റ്റേഴ്സ് ആണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നമ്മളുടെ ആർട്ടറീസിലും വെയിൻസിലും എന്താണുള്ളത്? ആൽഫ റിസെപ്റ്റേഴ്സ്. ആൽഫ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടായാൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ പെരിഫറൽ ആദ്യത്തെ ഒരു ലൈൻ കണ്ടോ കിടക്കുന്നത്? TPR എന്നിട്ടേക്കുന്ന ആൽഫ 1 റിസെപ്റ്റർ, അതൊന്ന് റേസ് ചെയ്തേക്കുന്നത് കണ്ടോ? അപ്പം അതെന്ന് വെച്ചാൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയസ്റ്റോളിക് BP ആണ്. ഓക്കെ, ഡയസ്റ്റോളിക് BP എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യും? ഡയസ്റ്റോളിക് BP ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഡയസ്റ്റോളിക് BP ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സിസ്റ്റോളിക് BPയും ഇൻക്രീസ് ചെയ്യും. ദെൻ ഹാർട്ട് റേറ്റ് വിൽ
കോസ് ടക്കിക്കാർഡിയ എന്തുണ്ടാവും, നമുക്ക് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ഒരു ലിമിറ്റ് എത്തുമ്പം റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടാവും ഡ്യൂ ടു ദ സ്റ്റിമുലേഷൻ ഓഫ് ബാരോ റിസെപ്റ്റർ. നമ്മളെ ബാരോ റിസെപ്റ്ററിന് സെൻസ് ചെയ്യും ഇത് ഹൈ ബി പിയിലോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യും, തിരിക്കും. ഓക്കെ, ഒരു റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഹാർട്ട് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്ത് സംഭവിക്കുന്നത്, നോറെപ്പിനെഫ്രിൻ കൊടുക്കുമ്പം നമ്മളെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഡയസ്റ്റോളിക് ഇൻക്രീസ് ചെയ്യും, സിസ്റ്റോളിക് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഹാർട്ട് റേറ്റിനകത്ത് എന്താ സംഭവിക്കുന്നത്, റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഈ എന്താ സിസ്റ്റോളിക് ബി പി, ഡയസ്റ്റോളിക് ബി പി എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കിത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, നോക്കിക്കേ, ഈ ഒരു സിസ്റ്റം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എങ്കിലും നിങ്ങൾക്ക് പിന്നീട് ഇത് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ ആ ഫസ്റ്റ് ഹാർട്ടിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തേക്കുന്നില്ലേ, അതൊന്ന് ശ്രദ്ധിച്ചേ. അവിടുന്ന് ഹാർട്ട്, ഒരു ലെഫ്റ്റ് ഹാർട്ട് ഉണ്ട്, റൈറ്റ് ഹാർട്ട് ഉണ്ട്. ഫ്രം ലെഫ്റ്റ് ഹാർട്ട് ആർട്ടീരിയോൾസ് ആർ കമ്മിങ് ഔട്ട്, റൈറ്റ് ഹാർട്ട് വെയിൻസ് ആർ ദെയർ അല്ലേ. ശ്രദ്ധിക്കുക, ഇപ്പം നമുക്ക് ആൽഫ 1 റിസെപ്റ്റേഴ്സ് എവിടെയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ 1 അഡ്രിനർജിക് റിസെപ്റ്റേഴ്സ് എവിടെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ആർട്ടറീസിലും വെയിൻസിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല. സോ നമ്മൾ ഒരു ഡ്രഗ് കൊടുക്കുകയാണ് വിച്ച് ഈസ് സ്റ്റിമുലേറ്റിംഗ് ആൽഫ 1 അഡ്രിനർജിക് റിസെപ്റ്റർ. ആൽഫ 1 അഡ്രിനർജിക് റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും, ആർട്ടീരിയോൾസ് വിൽ ഗെറ്റ് കൺസ്ട്രിക്ട് അല്ലേ, ആർട്ടീരിയോൾസ് എല്ലാം കൺസ്ട്രക്ഷൻ നടക്കും. ഇപ്പം നിങ്ങൾ ആർട്ടീരിയോൾസ് മാത്രം ശ്രദ്ധിക്കുക. ആർട്ടീരിയോൾസ് എന്ന് വെച്ചാൽ റെഡ് കളറിലുള്ളതാണ് ആർട്ടീരിയോൾസ്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ മേജറായിട്ടുള്ള ആർട്ടറീസ് ഫ്രം ഹാർട്ട് ടു സ്പ്ലാങ്കിക് സർക്കുലേഷൻ, അതായത് നിങ്ങളുടെ GIT-ലോട്ട് പോകുന്നത്, കിഡ്നിയിലോട്ട് പോകുന്നത്, ലങ്സ്, അതുപോലെ തന്നെ സ്കെൽറ്റൽ മസിൽസിലോട്ട് പോകുന്നുണ്ട് കുറച്ച് ബ്രെയിനിലോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടുള്ള എല്ലാ ആർട്ടീരിയോൾസും കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ, അതായത് ആൽഫ 1-നെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം കൺസ്ട്രക്ഷൻ നടക്കും. കൺസ്ട്രക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ആർട്ടീരിയോൾസിലോട്ടുള്ള ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഡയസ്റ്റോളിക് ബി പി ഇൻക്രീസ് ചെയ്യും. അപ്പം എന്താണ് ഡയസ്റ്റോളിക് ബി പി അതറിയണ്ടേ. സോ നോക്കിക്കേ, എന്താണ് ഡയസ്റ്റോളിക് ബി പി, ആർട്ടീരിയോളാർ, അതായത് നമ്മളെ സിസ്റ്റമിക് ബി പി എന്ന് പറയുന്നത് എപ്പോഴും സിസ്റ്റോളിക് ബി പി ഡിവൈഡഡ് ബൈ ഡയസ്റ്റോളിക് ബി പി ആണ്. അപ്പോൾ എന്താണ് സിസ്റ്റോളിക് ബി പി, പ്രഷർ ഇൻ സിസ്റ്റമിക് ആർട്ടറി വെൻ ഹാർട്ട്, അതായത് നമ്മളെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ, പ്രഷർ ഇൻ സിസ്റ്റമിക് ആർട്ടറി വെൻ ഹാർട്ട് ഈസ് കോൺട്രാക്റ്റിംഗ്, നമ്മളെ ആർട്ടറീസിലുള്ള പ്രഷർ എപ്പോഴാണ്, നമ്മളെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറാണ് എന്ത്, സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നതോ, പ്രഷർ മെയിൻറ്റെയിൻഡ് ഇൻ സിസ്റ്റമിക് ആർട്ടറി വെൻ വെൻട്രിക്കിൾ റിലാക്സ്, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുമ്പോൾ, അതായത് ഡയലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് എന്തെന്ന് പറയുന്നത്, ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയസ്റ്റോളിക് ബി പി എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. ഈ ഒരു പിക്ചർ, അതിന് തൊട്ട് താഴെയുള്ള ഒരു കുഞ്ഞു പിക്ചർ കണ്ടില്ലേ, ഒരു ഹാർട്ട്. അപ്പോൾ അത് നമ്മളെ ലെഫ്റ്റ് ഹാർട്ടാണ്. ലെഫ്റ്റ് ഹാർട്ട്, ഞാൻ ആ റെഡ് കളറിലുള്ള ലെഫ്റ്റ് ഹാർട്ടിനെ മാത്രം ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ ഹാർട്ടിൽ നിന്ന് ഒരു ആർട്ടീരിയോൾസ് വെളിയിലോട്ട് പോകുന്നുണ്ട്, വാൽവുണ്ട്, വാൽവ് ക്ലോസ്ഡ് ആണ്. നോക്കിക്കേ, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെളിയിലോട്ട് പോയി കഴിഞ്ഞ ഉടനെ എന്ത് സംഭവിക്കും, വാൽവ് ക്ലോസ് ചെയ്യും. വാൽവ് ക്ലോസ് ചെയ്യുമ്പം വെൻട്രിക്കിൾസ് റിലാക്സ് ആവും. ഇത് നമ്മൾ നോർമലായിട്ടുള്ള സംഭവിക്കുന്ന കാർഡിയാക് സിസ്റ്റം ഓർക്കുന്നുണ്ടോ, അപ്പം അതൊന്ന് ഓർത്തെടുത്താൽ മതി. സോ ബ്ലഡ് പമ്പ് ചെയ്ത് കഴിയുന്ന ഉടനെ വാൽവ് ക്ലോസ് ചെയ്യും. വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് ആവും, ബ്ലഡ് ആർട്ടീരിയോൾസ് വഴി പോകും. നമ്മളപ്പോൾ എന്ത് ചെയ്യും, ആർട്ടീരിയോൾസിനെ അങ്ങ് കൺസ്ട്രിക്റ്റ് ചെയ്യും. കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പം നമ്മൾ ഡ്രഗ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ശരീരത്തിൽ എന്തുണ്ട്, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഉണ്ടല്ലേ. അപ്പം നമ്മളുടെ ആ ഒരു 120/80 മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. ഓക്കെ,
സോ അപ്പം ആ സമയത്ത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്താൽ ആ സമയത്ത് ആ ഒരു ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് എന്തെന്ന് പറയുന്നത്, ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഓർത്തോളുക, വാൽവ് ക്ലോസ്ഡ് ആണ്, വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആണ്. ആർട്ടീരിയോൾസ് കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആർട്ടറീസിൽ, അതായത് മേജർ ആർട്ടറീസിൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് ഓർത്തോളുക, ഒരു ടാപ്പിനെ ഓർത്തോളുക. നമ്മൾ ടാപ്പ് മുറുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടാപ്പ് അടച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൈപ്പിൽ നല്ല പ്രഷർ പോകുന്നു അല്ലേ? അതേസമയം പൈപ്പ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പ്രഷർ അങ്ങ് കുറയും അല്ലേ? സെയിം കാര്യം തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ അങ്ങ് നിർത്തി ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൺസ്ട്രക്ഷൻ മാറ്റി അവിടെ ഡയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും, ഡയസ്റ്റോളിക് ബി പി കുറയും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ടാപ്പാണ് ആ ഈ ആർട്ടീരിയോൾസിൻ്റെ അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നില്ലേ, അവിടെ ഒരു ടാപ്പാന്ന് ആലോചിച്ച് നോക്കുക. ടാപ്പ് അങ്ങ് മുറുക്കി അടച്ചു വെച്ചാൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഡയസ്റ്റോളിക് ബി പി ഇൻക്രീസ് ചെയ്യും. ടാപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടാൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പ്രഷർ കുറയും അല്ലേ? ബ്ലഡ് അങ്ങ് ഈസിലി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും, ബി പിയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു കാര്യം കൂടെ ആലോചിച്ചോളുക, ഈ ബ്ലഡ് തിരിച്ച് ഹേർട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാൽവ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ബ്ലഡിന് റിട്ടേൺ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ പ്രഷർ വരുന്നത്. ഓക്കെ, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, സോ വെൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ്, ഡയസ്റ്റോളിക് ബി പി ഇൻക്രീസ്. ഇനി നെക്സ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നെക്സ്റ്റ് നമ്മൾ ഇപ്പുറത്തെ പിക്ചറിൽ വരിക, ബാക്ക് ദ പിക്ചർ. ആ റെഡ് കളറുള്ള നമ്മളെ വെയിൻസ്, വെൻട്രിക്കിൾസ്, വെയിൻസ്, റൈറ്റ് ഹാർട്ട്. നമുക്ക് ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ, ആൽഫ റിസപ്റ്റേഴ്സ് ആർട്ടറീസിൽ മാത്രമല്ല ഇവിടെയുണ്ട്, വെയിൻസിലും ഉണ്ട് അല്ലേ? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും? ഒരു 5 ലിറ്റർ അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഒരു 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. അതിലൊരു 70% ബ്ലഡും എവിടെയാണ് കാണുന്നത്? നമ്മളെ വെയിൻസിലാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പം, ആൽഫ 1 സ്റ്റിമുലേഷൻ കൊടുക്കുമ്പം വെയിൻസ് കൺസ്ട്രക്ഷൻ ഉണ്ടാവും. വെയിൻസ് അപ്പോൾ എങ്ങോട്ടൊക്കെ ഉണ്ട്? എല്ലായിടും ഉണ്ടല്ലേ? ലിവറിലോട്ട് പോകുന്നുണ്ട്, കിഡ്നിയിലോട്ടുണ്ട്, ലങ്സിൽ, സ്കെലിറ്റൽ മസിൽസിലുണ്ട്, സ്കിൻസിലോട്ടുണ്ട്. അങ്ങോട്ടുള്ള എല്ലാ വെയിൻസും കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെയിൻസ് വിൽ സ്ക്യൂസ് ദ ബ്ലഡ് ഇൻ ടു ദ ഹേർട്ട്. വെയിൻസിലെ ബ്ലഡ് സ്ക്യൂസ് ചെയ്ത് എങ്ങോട്ട് പോവും? ഹാർട്ടിലോട്ട് പോകുമ്പം, അതായത് എക്സ്പെഷ്യലി റൈറ്റ് ഹാർട്ടിലോട്ട് പോകും. അതായത് നമ്മളെ വെൻട്രിക്കിൾസ് ഓവറായിട്ട് ഫിൽ ചെയ്യും, വീനസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മളെ വെൻട്രിക്കിൾ വന്നങ്ങ് നിറയും ബ്ലഡ് കൊണ്ട്. എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നോ അത് അത്രത്തോളം കോൺട്രാക്ട് ചെയ്യും. അത് ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, എത്രത്തോളം, അത് വിത്തിൻ ഫിസിയോളജിക്കൽ ലിമിറ്റ്, അതായത് അതിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ വെച്ചിട്ട് തന്നെ അത് എത്രത്തോളം ഡയലേറ്റ് ചെയ്യുന്നോ അത്രത്തോളം കോൺട്രാക്റ്റും ചെയ്യും. അപ്പോൾ അത്രത്തോളം ബ്ലഡ് വന്ന് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അത് അത്രത്തോളം കോൺട്രാക്റ്റ് ചെയ്യും. സോ കോൺട്രാക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻക്രീസ് സ്ട്രോക്കോളിയമാണ് അല്ലേ? ഇൻക്രീസ് സ്ട്രോക്കോളിയം വിൽ കോസസ് ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം നമ്മളുടെ റൈറ്റ് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. എങ്ങോട്ട് പോകുന്നത്? ലെഫ്റ്റ് ഹാർട്ടിലോട്ട്. ഓക്കെ, റൈറ്റ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ലങ്സിൽ പോകും, ലങ്സിൽ നിന്ന് എങ്ങോട്ട് വരും? ലെഫ്റ്റ് ഹാർട്ടിലോട്ടുള്ള ബ്ലഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ താഴ്ത്തി മറ്റേ പിക്ചർ നോക്കിക്കേ. നമ്മളുടെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ആ ബ്ലഡ് എങ്ങോട്ട് പോവും? വാൽവ് ഓപ്പൺ ആവും. വെൻട്രിക്കിൾസ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് വാൽവ് ഓപ്പൺ ആവുന്നത്. സോ ബ്ലഡ് വിൽ ഗോസ് ഔട്ട് ത്രൂ ദി ആർട്ടീരിയോൾസ് വഴി ബ്ലഡ് പോവും. അപ്പോൾ ആ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ, വെൻട്രിക്കിൾ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്തും വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമ്മളുടെ ആർട്ടീരിയോളിൽ അനുഭവപ്പെടുന്ന ബി പി ആണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കാർഡിയാക് ഔട്ട്പുട്ട്. എത്രത്തോളം ബ്ലഡാണ് ആ വഴി, ആ കാർഡിയാക് ഔട്ട്പുട്ട് എത്രത്തോളം ബ്ലഡാണ് ഇതുവഴി പോകുന്നത്, എത്രത്തോളം ബ്ലഡ് പോകും, എത്രത്തോളം പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ട്,
അതിനെ ബേസ് ചെയ്താണ് എന്തിരിക്കുന്നത്, സിസ്റ്റോളിക് ബി പി ഇരിക്കുന്നത്. സോ വെൻ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസസ് സിസ്റ്റോളിക് ബി പി ഇൻക്രീസസ്, മറക്കരുത്. സോ വെൻ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് സിസ്റ്റോളിക് ബി പി ഇൻക്രീസ്, വെൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ഡയസ്റ്റോളിക് ബി പി ഇൻക്രീസ്, വെൻ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് സിസ്റ്റോളിക് ബി പി ഡിക്രീസ്. കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞാൽ എന്താണ് കുറയുന്നത്, സിസ്റ്റോളിക് ബി പി ആണ് കുറയുന്നത്. തിരിഞ്ഞു പോകരുത്, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുകയാണെങ്കിൽ സിസ്റ്റോളിക് ബി പി കുറയും. ഓക്കെ, so systolic BP depends upon cardiac output, diastolic BP depends upon total peripheral resistance. കിട്ടിയോ, കത്തിയോ? കത്തിയില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്ക്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ സാധാരണ ഒരു നോർമൽ പേഴ്സൺ, അതായത് നമുക്ക് എൻ്റെ ഒരു ബി പി എന്ന് പറയുന്നത് 120/80. സാധാരണ ഒരു നോർമലായിട്ടുള്ള ബി പി, പ്രഷറൊന്നും ഇല്ലാത്തവരോ, എനിക്ക് ബി പി ഒന്നും ഇല്ല കേട്ടോ. അപ്പം നോർമലായിട്ടുള്ള ബി പി എനിക്കുള്ളൂ, അതായത് 120/80. അപ്പം എൻ്റെ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും, അതായത് സിസ്റ്റോളിക് എന്ന് വെച്ചാൽ കാർഡിയാക് ഔട്ട്പുട്ട് 120യും ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 80യും ആണ്. ഓക്കെ, നോർമൽ പേഴ്സണിൽ. ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇഫ് ദ ബി പി ടേൺസ് ടു 120/60, അയാളുടെ ബി പി 120/60 ആവുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? 60 ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദർ വിൽ ബി ദ ഡിക്രീസ് ഇൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഡയസ്റ്റോളിക് ബി പി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്, അതായത് ഡിക്രീസ് ഇൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഡിക്രീസ് ആവുന്നത്? ആർട്ടീരിയോളാർ ഡയലേഷൻ, കൺസ്ട്രക്ഷൻ അല്ല, ഡയലേറ്റ് ചെയ്തു. ഡയലേറ്റ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയുന്നത്. ഓക്കെ, കത്തുന്നുണ്ടോ? അടുത്ത 120/100, 120 നോർമലാണ് അല്ലേ. 100 എന്ന് പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് ആണല്ലേ. ഡയസ്റ്റോളിക് എന്താ? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അതായത് ആർട്ടീരിയോളാർ കൺസ്ട്രക്ഷൻ നടന്നു. ഓക്കെ, അടുത്ത നോക്കിക്കേ, 100/80. 100 എന്ന് പറയുന്നത് എന്താണ്? കുറവാണല്ലേ, അതായത് സിസ്റ്റോളിക്ക് കുറഞ്ഞു, അതായത് റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടായി. 100 ഉള്ളൂ. നോക്കിക്കേ, റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, സിസ്റ്റോളിക് ബി പി കുറഞ്ഞു, സോ റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. 80 എന്ന് പറഞ്ഞത് നോർമൽ തന്നെയാണ്. അടുത്ത 140/80, എന്ത് സംഭവിച്ചു? 120 കൂടിയല്ലേ, അപ്പോൾ ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്. 80 എന്ന് പറയുന്നത് നോർമൽ. അടുത്ത 180/40, വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ. 180/40 ഒരാളുടെ ബി പി ആണ് 180/40. അപ്പോൾ എന്താണ്? 180 എന്ന് പറയുന്നത് ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ടും 40 എന്ന് പറയുന്നത് ആർട്ടീരിയോൾസ് ഡയലേറ്റ് ചെയ്തു, ഡിക്രീസ് ഇൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസും ആണ്. അടുത്ത 100/90, ഒരാളുടെ ബി പി 100/90 ആണ്. അപ്പോൾ എത്രയാണ്? എന്താണ് സംഭവിച്ചത് അവിടെ? അയാളുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറവും ആർട്ടീരിയൽ കൺസ്ട്രക്ഷൻ, അതായത് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുതലും ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ബി പി ഒക്കെ കാണുമ്പം പറയത്തില്ല, ഇനി 120/80, 140/90 ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പറയല്ലേ, നിങ്ങളുടെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുതലാണ്, നിങ്ങളുടെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറവാണ് എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ. പറയുമോ, പറയത്തില്ലയോ? അപ്പോൾ ഇത് നോക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അബൌട്ട് എപ്പിനെഫ്രിൻ. അപ്പോൾ എപ്പിനെഫ്രിൻ നമുക്കിപ്പോൾ സാധാരണ ഒരാൾക്ക് എപ്പിനെഫ്രിൻ കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നോർമലായിട്ട് ഒരാളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്ത് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെ, ഒന്ന് ശ്രദ്ധിച്ചോണേ. എപ്പിനെഫ്രിന് നമ്മൾ എന്തൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ട്? ആൽഫ-1, ബീറ്റ-1 ആൻഡ് ബീറ്റ-2 റിസപ്റ്റേഴ്സ് ഉണ്ടല്ലേ. സോ എപ്പിനെഫ്രിൻ ഇൻക്രീസസ് ദ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ബട്ട് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സെൻറ്റൻസ് ആണല്ലേ. തോന്നുന്നുണ്ടോ അങ്ങനെ? ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും, ചിലപ്പം ഡിക്രീസ് ചെയ്യും, ചിലപ്പോൾ ഇൻക്രീസ് സിസ്റ്റോളിക് ബി പി ബട്ട് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡയസ്റ്റോളിക് ബി പി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ നോക്കിക്കേ, നമ്മളിപ്പം എപ്പിനെഫ്രിൻ കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ആൾക്ക്, നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് എപ്പിനെഫ്രിൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? അയാളുടെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്, ആദ്യത്തെ ഞാനിവിടെ ആ പിക്ചറിനകത്ത് ആദ്യത്തെ കിടക്കുന്ന ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്, പിന്നെ ബി പി ആണ് കൊടുത്തിരുന്നത്, അതായത് 80യും 120യും. 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക്കും 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക്കും. മുകളിൽ കൊടുത്തേക്കുന്ന ഹാർട്ട് റേറ്റ് ആണ്, അത് 80 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലായിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. ഇഫ് ഐ ആം ഗിവിങ് എപ്പിനെഫ്രിൻ ടു ഹിം
ആ ഒരു ആൾക്ക് ഞാൻ എപ്പിനെഫ്രിൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലോ ഡോസിലാണ് ഞാൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ, ലോ ഡോസായിട്ടുള്ള എപ്പിനെഫ്രിനാണ് ഞാൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ, സോ ഇറ്റ് വിൽ ആക്ട് ഓൺലി ഓൺ ബീറ്റ-2 റിസപ്റ്റർ. ഓക്കെ, ശ്രദ്ധിച്ചോളുക. നമ്മളെ ബീറ്റ-2 ആണ് എപ്പിനെഫ്രിന് സെൻസിറ്റീവായിട്ടുള്ള, ബീറ്റ-2 ഈസ് മോർ സെൻസിറ്റീവ് ടു എപ്പിനെഫ്രിൻ ദാൻ ആൽഫ-1. ആൽഫ-1നെയും കാട്ടി കുറേയും കൂടെ സെൻസിറ്റീവ് ഏത് റിസപ്റ്ററാണ്? ബീറ്റ-2 ആണ്. ഓക്കെ, അതുകൊണ്ട് എക്സ്ട്രീംലി ലോ ഡോസ് അത് ഓർത്ത് വെക്കുക. എപ്പിനെഫ്രിൻ്റെ ലോ ഡോസ് ആണെങ്കിൽ എപ്പിനെഫ്രിൻ ഈസ് മോർ സെൻസിറ്റീവ് ടു ബീറ്റ-2 ദാൻ ബീറ്റ-1 ഓർ ആൽഫ-1. ഓക്കെ, അപ്പം ബീറ്റ-2വിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയലേഷൻ ഉണ്ടാവും അല്ലേ? സോ ഡയലേഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ലോ ഡോസിൽ സംഭവിക്കുന്നത്. നമ്മളുടെ അയാളുടെ ഒരു നെക്സ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ-2 ഡയലേഷൻ. അപ്പം മോഡറേറ്റ് കോൺസെൻട്രേഷനിൽ നമ്മൾ കൊടുത്താൽ എന്ത് സംഭവിക്കും? എപ്പിനെഫ്രിൻ മോഡറേറ്റ് കോൺസെൻട്രേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇറ്റ് ആക്ട് ഓൺ ബോത്ത് ആൽഫ-1 ആൻഡ് ബീറ്റ-2 റിസപ്റ്റർ. ആൽഫ-1ലും ബീറ്റ-2ലും അത് ഒരുപോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതെപ്പോഴും മോഡറേറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് മീൻസ് എന്താ പറയുക, വാസോ കൺസ്ട്രക്ഷനും വാസോ ഡയലേഷനും റെസ്പെക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. മോഡറേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇഫ് യു ഇൻക്രീസ് ദ ഡോസ്, ഹൈ ഡോസിൽ എന്ത് സംഭവിക്കും? produce more vasoconstriction throughout the body and increase both systolic and diastolic BP. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഹൈ ഡോസിൽ എപ്പിനെഫ്രിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാസോ കൺസ്ട്രിക്ഷൻ നടക്കും, അതായത് ഇൻക്രീസ് ഇൻ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഡയസ്റ്റോളിക് ബി പി എന്ത് സംഭവിക്കും? ഡയസ്റ്റോളിക് ബി പി സെയിം തന്നെ സംഭവിക്കും. നമ്മളെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഡയസ്റ്റോളിക് ബി പിയും സംഭവിക്കുക. ഓക്കെ, വാട്ട് അബൌട്ട് സിസ്റ്റോളിക് ബി പി? കാർഡിയാക് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഇവിടെ 120 എന്ന് പറയുന്നത് നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കുമ്പം എന്ത് സംഭവിക്കും? കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? ഹാർട്ട് റേറ്റും ഇൻക്രീസ് ചെയ്യും, ടക്കിക്കാർഡിയ ഉണ്ടാകും. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. The increased systolic pressure results partly from an increased heart rate and cardiac output. The effect on diastolic pressure depends on the relative stimulation of alpha-1 and beta adrenoceptors, which mediate vasoconstriction and vasodilation respectively. ഓക്കെ, അപ്പം ആ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഒരു വാസോ കൺസ്ട്രക്ഷനെ വാസോ ഡയലേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, എന്ത്? ഡയസ്റ്റോളിക് ബി പിയും ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എപ്പിനെഫ്രിൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് ആണ്. അടുത്തത്, ലോവർ ഡോസസ് ഓഫ് എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ഗ്രേറ്റർ സ്റ്റിമുലേഷൻ ഓഫ് ബീറ്റ-2 റിസപ്റ്റർ ദാൻ ആൽഫ-1 റിസപ്റ്റർ, എക്സ്പെഷ്യലി ഇൻ വാസ്കുലർ ബെഡ്സ് ഓഫ് സ്കെൽറ്റൽ മസിൽ, ദെയർബൈ കോസിങ് വാസോഡൈലേഷൻ ആൻഡ് ഡിക്രീസിങ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പോൾ എന്ത് സംഭവിക്കും? ബീറ്റ-2വിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡയലേഷൻ ഉണ്ടാകുന്നുണ്ട്, ഡയസ്റ്റോളിക് ബി പി ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത, ഹൈ ഡോസ് പ്രൊഡ്യൂസ് മോർ വാസോ കൺസ്ട്രിക്ഷൻ ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ക്യാൻ ഇൻക്രീസ് ബോത്ത് ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. വാസോ കൺസ്ട്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈ ഡോസിൽ നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കുമ്പം എന്ത് സംഭവിക്കുന്നു? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വിൽ കോസ് ടാക്കിക്കാർഡിയ, ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റും ഉണ്ടാവുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡ്രഗ് ഐസോപ്രോട്രിനോൾ അല്ലെങ്കിൽ ഐസോപ്രീനാലിൻ. So it has affinity towards both beta-1 and beta-2 receptors.
ആൻഡ് പ്രൊഡ്യൂസ് വാസോഡൈലേഷൻ ആൻഡ് കാർഡിയാക് സ്റ്റിമുലേഷൻ. അതെന്താണെന്നറിയാം. എന്തുകൊണ്ടാണ്? β1 എന്ന് വെച്ചാൽ ഹാർട്ടിലാണ്, സോ ഇറ്റ് കോസസ് കാർഡിയാക് സ്റ്റിമുലേഷൻ. β2 എന്ന് പറയുന്നത് ആർട്ടറീസിലുണ്ട്, സോ ഇറ്റ് കോസസ് വാസോഡൈലേഷൻ. ഇറ്റ് യൂഷ്വലി ലോവേഴ്സ് ഡയസ്റ്റോളിക് ആൻഡ് മീൻ ആർട്ടീരിയൽ പ്രഷർ. അപ്പോൾ ഡയസ്റ്റോളിക് BP ഇത് കുറയ്ക്കും, നിങ്ങൾക്ക് കാണാം. സോ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയുന്നത് കാരണം β2 വാസോഡൈലേഷനാണ്. വാസോഡൈലേഷൻ നടക്കുമ്പം എന്ത് സംഭവിക്കും? ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ ഡയസ്റ്റോളിക് BPയും ഡിക്രീസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, ഡയസ്റ്റോളിക് BPയും ഡിക്രീസ് ചെയ്യും. ബട്ട് ഇറ്റ് ക്യാൻ ഇൻക്രീസ് സിസ്റ്റോളിക് പ്രഷർ ബൈ ഇൻക്രീസിങ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് കോൺട്രാക്ടിലിറ്റി. കാരണം β1 സ്റ്റിമുലേഷൻ കാരണം എന്തുണ്ടാവും? ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് ഇങ്ങനെ ഇടിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് കോൺട്രാക്ടിലിറ്റി കൂടും. കോൺട്രാക്ടിലിറ്റി കൂടുന്നതിനനുസരിച്ച് കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. സോ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റോളിക് BP ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഹാർട്ട് റേറ്റ് ആൾസോ, നിങ്ങൾക്കറിയാം, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ പൊട്ടൻറ്റ് ക്രോണോട്രോപ്പിക് എഫക്റ്റ്. ക്രോണോട്രോപ്പിക് എഫക്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ക്രോണോട്രോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ ഇറ്റ് ഈസ് എ പൊട്ടൻറ്റ് ക്രോണോട്രോപ്പിക് എഫക്റ്റ്. ഐസോപ്രോട്ടനോൾ ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ക്രോണോട്രോപ്പിക് എഫക്റ്റ് കൊടുക്കുന്ന ഡ്രഗാണ്. ആൻഡ് ഇറ്റ് കോസസ് ടക്കികാർഡിയ. അത് എന്തുണ്ടാക്കും? ടക്കികാർഡിയ ഉണ്ടാക്കും. ആൻഡ് കോസസ് കാർഡിയാക് അരിത്മിയയ്ക്കും കാരണമാകും. ഫോർ ദിസ് റീസൺ ആൻ ആൾട്ടർനേറ്റീവ് ഡ്രഗ്, എക്സാമ്പിൾ ഡൊബ്യൂട്ടമിൻ, ഈസ് യൂഷ്വലി അഡ്മിനിസ്ട്രേറ്റഡ് ടു ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലുവർ. അപ്പോൾ ഹാർട്ട് ഫെയിലുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും, കാരണം ഹാർട്ട് ഫെയിലുവർ ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് ക്രോണോട്രോപ്പിക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഹാർട്ട് ഫെയിലുവർ ആയിട്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മളെപ്പോഴും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഡൊബ്യൂട്ടമിൻ ആയിരിക്കും. ഓക്കെ, സോ ഡൊബ്യൂട്ടമിൻ എന്ന് പറയുന്ന ഡ്രഗിന് β1 അഫിനിറ്റി കൂടുതൽ ദാൻ α1 ആൻഡ് β2. β2 α1 കൂടുതൽ അഫിനിറ്റി എങ്ങോട്ടായിരിക്കും? β1. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാർട്ട് ഫെയിലുവർ കേസിൽ നമ്മൾ എന്ത് കൊടുക്കും? ഡൊബ്യൂട്ടമിൻ കൊടുക്കും എന്ന് പറഞ്ഞത്. സോ ഡൊബ്യൂട്ടമിൻ സെലക്റ്റീവ്ലി ഇൻക്രീസസ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് സ്ട്രോക്ക് വോളിയം. നിങ്ങൾക്കറിയാം, β1 അതായത് β1 റിസപ്റ്റേഴ്സ് ആണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്താൽ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യും. വൈൽ പ്രൊഡ്യൂസിങ് എ സ്മാൾ ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. അതുവഴി എന്തുണ്ടാകും? സ്മാളായിട്ട് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ദീസ് ആക്ഷൻസ് ക്യാൻ ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് ഇൻ പേഷ്യൻ്റ് വിത്ത് അക്യൂട്ട് ഹാർട്ട് ഫെയിലുവർ. അപ്പം ഇങ്ങനത്തെ ഈ ഡ്രഗ് കൊടുക്കുമ്പം ആ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയും അതുവഴി ഹാർട്ട് ഫെയിലുവർ ആയിട്ടുള്ള പേഴ്സണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡൊബ്യൂട്ടമിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഡൊബ്യൂട്ടമിൻ ആൾസോ റെഡ്യൂസസ് വാസ്കുലാർ റെസിസ്റ്റൻസ് ബൈ ആക്ടിവേറ്റിംഗ് β2 adrenoceptors, thereby reducing impedance to ventricular ejection. അപ്പം നോക്കിക്കേ, ഡൊബ്യൂട്ടമിന് ഞാൻ പറഞ്ഞു β1 കൂടുതൽ അഫിനിറ്റി എങ്കിലും ചെറുതായിട്ട് ലേശം ഒരു അഫിനിറ്റി എങ്ങോട്ടും ഉണ്ട്, β2 ഉണ്ട്, α1 ഉണ്ട്. ഓക്കെ, β2 അതൊന്ന് അതായത് ഡൊബ്യൂട്ടമിൻ ഇച്ചിരി ഹൈ ഡോസിലോട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ആക്ടിവേറ്റ് β2 റിസപ്റ്റേഴ്സ് ആൾസോ. β2 സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്തുണ്ടാവും? വാസോ ഡയലേഷൻ ഉണ്ടാവും. അതുവഴി ടോട്ടൽ വാസ്കുലാർ റെസിസ്റ്റൻസ്, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുവഴി എന്ത് ചെയ്യും? വെൻട്രിക്കുലർ ഇജക്ഷൻ, ആ ഒരു വെൻട്രിക്കിൾസ് നിന്നുള്ള ഇജക്ഷൻ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, സോ ഇൻ പേഷ്യൻ്റ് വിത്ത് ഹാർട്ട് ഫെയിലുവർ ദിസ് എഫക്റ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ആൻ ഇൻക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പം ഹാർട്ട് ഫെയിലുവർ ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഒരു എഫക്റ്റ് വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ ഇത് ഇൻക്രീസ് സ്ട്രോക്ക് വോളിയം. നമുക്ക് സ്ട്രോക്ക് വോളിയം വേണം, കാർഡിയാക് ഔട്ട്പുട്ടും വേണം, അല്ലേ? കാർഡിയാക് ഔട്ട്പുട്ട് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ശരീരത്തിന് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സോ കാർഡിയാക് ഔട്ട്പുട്ടും വേണം, എങ്കിൽ ടക്കികാർഡിയ ആവുകയും ചെയ്യരുത്. അങ്ങനെ നമുക്ക് β1 നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. പക്ഷേ അധികം സ്റ്റിമുലേഷൻ, അതായത് ടക്കികാർഡിയ ആവുകയും ചെയ്യരുത്. അങ്ങനൊരു കേസ് വേണം വരാനായിട്ട്. അപ്പോൾ അതിന് പറ്റിയ ഡ്രഗ് എന്ന് വെച്ചാൽ ഏതാണ്? ഡൊബ്യൂട്ടമിൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇഫ് എ പേഷ്യൻ്റ് നീഡ്സ്
കാർഡിയോ സ്റ്റിമുലേഷൻ ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് ഓൺ ഷോക്ക്, അതായത് ഷോക്ക് ആയിട്ട് വരുന്ന, അതായത് കാർഡിയോജനിക് ഷോക്കായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്, നമുക്ക് ഏത് ഡ്രഗ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ശ്രദ്ധിച്ചോളുക, ഈ കാർഡിയോജനിക് ഷോക്ക്, അങ്ങനെ ഷോക്കായിട്ട് വരുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ദെയർ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ വിൽ ബി വെരി ഹെവി ആയിട്ടുള്ള സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ആയിരിക്കും അങ്ങനത്തെ പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. ഹെവി ആയിട്ട് സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ ദെയർ വിൽ ബി സിവിയർ വാസോ കൺസ്ട്രക്ഷൻ, എക്സ്പെഷ്യലി റീനൽ വാസോ കൺസ്ട്രക്ഷൻ, റീനൽ വെസൽസിലായിരിക്കും വാസോ കൺസ്ട്രക്ഷൻ കൂടുതലായിട്ടുണ്ടാകുന്നത്, വിച്ച് റിസൾട്ട്സ് ഇൻ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്, ഓക്കെ, ഇസ്കീമിയ ടു കിഡ്നി ആൾസോ. നിങ്ങൾക്കറിയാം നെക്രോസിസ് ഒക്കെ എന്താണെന്നല്ലേ. അപ്പം ആ ഒരു സെൽ ഡെത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ വരുമ്പോഴത്തേക്ക് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും അതുവഴി കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ചെയ്യുന്നു. അതുവഴിയാണ് ഈ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടാകുന്നത്. സോ അങ്ങനത്തെ ഒരു പേഷ്യൻ്റാണ് നമ്മളെ അടുത്തോട്ട് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ചോയ്സ് ഓഫ് ഡ്രഗ്? നമുക്ക് കാർഡിയാക് സ്റ്റിമുലേഷനും കൊടുക്കണം, അതേസമയം നമുക്ക് കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഡ്രഗ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്, അല്ലേ. അപ്പം ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ എന്താ ചെയ്യുന്നത്? ഡോപ്പമിൻ അറിയാം, ഡോപ്പമിൻ ലോ ഡോസിലാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് D1 റിസപ്റ്റേഴ്സ്. ആക്ടിവേറ്റ് D1 റിസപ്റ്റേഴ്സ് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു, സെലക്റ്റീവ്ലി ആക്ടിവേറ്റ് D1 റിസപ്റ്റേഴ്സ് ഇൻ റീനൽ ആൻഡ് അതർ വസ്കുലർ ബെഡ്, ദെയർബൈ കോസിങ് വാസോഡൈലേഷൻ ആൻഡ് ഇൻക്രീസ് റീനൽ ബ്ലഡ് ഫ്ലോ. ഓക്കെ, D1 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാസോഡൈലേഷൻ ഉണ്ടാകുന്നു, എക്സ്പെഷ്യലി റീനൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു, അല്ലേ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡോസ് ലേശം കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? β1നെയും കൂടെ അങ്ങ് സ്റ്റിമുലേറ്റ് ചെയ്യും. β1നെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? കാർഡിയാക് കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. അപ്പോൾ അത് രണ്ടും നമ്മൾ നേടി, അല്ലേ. ഇങ്ങനൊരു ഷോക്ക് വന്നൊരു പേഷ്യൻറ്റിനെ നമുക്ക് ഡോപ്പമിൻ കൊടുത്താൽ റെഡിയാക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോപ്പമിൻ ഹൈ ഡോസിൽ കൊടുക്കാൻ പാടില്ല. എന്താണ് ഹൈ ഡോസിൽ കൊടുത്താൽ? കുറച്ചും കൂടെ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ആൽഫ 1നെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആവും. കാരണം ആൽഫ 1നെ സ്റ്റിമുലേറ്റ് ചെയ്താൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, എക്സ്പെഷ്യലി റീനൽ ബ്ലഡ് ഫ്ലോയിനകത്തോട്ടുള്ള റീനൽ ബ്ലഡ് ഫ്ലോ, ആ റീനൽ ബ്ലഡ് വെസൽസിനെ ആയിരിക്കും കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, സോ whenever we are using dopamine, should be in cautious that it should not be in high dose. അതുപോലെ തന്നെ ഡോപ്പമിൻ നമ്മൾ സ്ലോ ഇൻഫ്യൂഷനായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സ്ലോ ഇൻഫ്യൂഷനായിട്ട് നമ്മൾ ഡോപ്പമിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ഡിഫറെൻറ്റ് ഡോസസ് ഡിഫറെൻറ്റ് എഫക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഡോപ്പമിൻ എന്ന് പറയുന്നത് അതിന് കൂടുതൽ എഫക്റ്റ് ഉള്ളത് D1 റിസപ്റ്റേഴ്സിലോട്ടായിരിക്കും. പിന്നെ കുറച്ചും കൂടെ ഹൈ ഡോസ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് β1ലോട്ടും ആൽഫ 1ലോട്ടും β2ലോക്കെ അതിൻ്റെ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതിനകത്തൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ലോ ഡോസിൽ ഡോപ്പമിൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ആക്ടിവേറ്റ്സ് D1 റിസപ്റ്റേഴ്സ് ഇൻ റീനൽ ആൻഡ് അതർ വാസ്കുലർ ബെഡ്, ദെയർബൈ കോസിങ് വാസോഡൈലേഷൻ ആൻഡ് ഇൻക്രീസ് റീനൽ ബ്ലഡ് ഫ്ലോ. അപ്പോൾ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിന് ഹൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റീനൽ ഏരിയയിലാണ്. അപ്പം റീനൽ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, അതായത് റീനൽ വാസോ ഡയലേഷനാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ലോ ഡോസിലാണ് ഡോപ്പമിൻ എന്നുണ്ടെങ്കിൽ. ഓക്കെ, അറ്റ് ഹൈ ഡോസസ്, അതായത് ഡോപ്പമിൻ്റെ അളവ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ആക്ടിവേറ്റ്സ് B1 റിസപ്റ്റേഴ്സിനെയും കൂടെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. B1 റിസപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം ഹാർട്ടിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സോ on stimulation of B1 receptor, it causes stimulating cardiac contractility and increase cardiac output and tissue perfusion. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സിസ്റ്റോളിക് BP ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻക്രീസ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് കോസസ് ഇൻക്രീസ് ഹേർട്ട് റേറ്റ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈവൻ അറ്റ് ഹയർ ഡോസ് നമ്മൾ കുറച്ചും കൂടെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കും? കുറച്ചും കൂടെ ആൽഫ 1 അഡ്രിനോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ. സോ ആൽഫ 1നെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ആർട്ടറീസിലും വീൻസിലുള്ള ആൽഫ 1 എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഈ കൺസ്ട്രക്ഷൻ കാരണം എന്ത് സംഭവിക്കും? മേ ബി റീനൽ ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, റീനലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഓക്കെ, ആൽഫ 1നെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വാസോ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്.
അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ആ ഒരു ഗ്രാഫ് അതാണ് കാണിക്കുന്നത്. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ്, അതായത് ലോ ഡോസ് ആണെങ്കിൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും. അതേസമയം ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. കാരണം കുറച്ചും കൂടെ നമുക്ക് ബോത്ത് ബീറ്റ 1 സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ് അങ്ങനെ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഡോപ്പമിൻ്റെ കാര്യത്തിൽ ഇത് ഓർത്ത് വെച്ചേക്കുക. 3 ഡോസിലും 3 എഫക്റ്റാണ്. ലോ ഡോസ് ആണെങ്കിൽ ഡിയോൺറിസെപ്റ്റേഴ്സിനെ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യും. കുറച്ചും കൂടെ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ ബീറ്റ 1 റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കുറച്ചും കൂടെ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ ആൽഫ 1 അഡ്രിനോറിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു പിക്ചർ വരച്ച് പറഞ്ഞു തന്നേക്കുന്നത്. ഇതാണ് ടെക്സ്റ്റിലെ പിക്ചേഴ്സ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനത്തെ പിക്ചർ ഇട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം വായിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഡോസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. വായിച്ച് നോക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. റെസ്പിറേറ്ററി ട്രാക്ക് എഫക്റ്റ് എപ്പിനെഫ്രിനും ഐസോപ്രോട്ടനോളും പ്രൊട്ടൻ ബ്രോങ്കോഡൈലേറ്റേഴ്സ് ആണ്. പക്ഷേ അതിന് എന്തുണ്ട്, ആൽഫ 1ൻ്റെയും ലേശം സ്റ്റിമുലേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് മോസ്റ്റ്ലി they have not been although they have been used in treatment of asthma, more selective beta 2 adrenoceptors agonists are usually employed for this purpose. അതായത് നമ്മൾ സാൽബ്യൂട്ടമോളും ടെർബ്യൂട്ടാലിനും ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബ്രോങ്കോഡൈലേറ്റേഴ്സ് എഫക്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും കൂടുതലും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇറ്റ് കോസസ് ബീറ്റ 1ൻ്റെയും ആൽഫ 1ൻ്റെയും ഒക്കെ സ്റ്റിമുലേഷൻ ഈ എപ്പിനെഫ്രിനും ഐസോപ്രോട്ടനോളും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ. സോ നെക്സ്റ്റ് പറയാൻ പോകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. ഇപ്പോൾ ഈ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് സൈഡ് എഫക്റ്റ് ആവുന്നതെന്ന്. ഈ കാറ്റക്കോളമൈൻ കോസസ് എക്സസീവ് വാസോ കൺസ്ട്രക്ഷൻ ലെഡ് ടു ടിഷ്യൂ എസ്കീമിയ ആൻഡ് നെക്രോസിസ്. അറിയാം, കാറ്റക്കോളമൈൻസ് ആണ്. ആൽഫ 1 സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. സോ ഇറ്റ് ക്യാൻ ലെഡ് ടു എസ്കീമിയ ആൻഡ് നെക്രോസിസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, കിഡ്നിയിലോട്ടുള്ളത് അല്ലേ. അടുത്ത ലോക്കലൈസ്ഡ് ടിഷ്യൂ ഇസ്കീമിയ ക്യാൻ റിസൾട്ട് ഫ്രം എക്സ്ട്രാവേഷൻ ഓഫ് ഇൻട്രാവിനസ് ഡ്രഗ് ഇൻഫ്യൂഷൻ ഓർ ഫ്രം ആക്സിഡൻ്റ് ഇഞ്ചക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ഇൻ ടു എ ഫിംഗർ. എക്സ്പെഷ്യലി ഈ ഫിംഗറിലോട്ടൊക്കെ ഉള്ള ഇത് ആക്സിഡൻ്റലായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുവാണെങ്കിലും അലർജിക് റിയാക്ഷനകത്തൊക്കെ ഇത് നമ്മളെ ക്വിസിനകത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതല്ലേ. സോ അങ്ങനത്തെ കേസും ഇതിനകത്ത് വരാറുണ്ട്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എക്സസീവ് ഡോസ് ഓഫ് കാറ്റക്കോളമൈൻസ് ക്യാൻ റെഡ്യൂസ് ബ്ലഡ് ഫ്ലോ ടു വൈറ്റൽ ഓർഗാൻസ് സച്ച് ആസ് കിഡ്നി. ഫോർ എക്സാമ്പിൾ ഡോപ്പമിൻ നമ്മൾ എക്സസ് ഡോസ് കൊടുത്താൽ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഓർ കോസ് എക്സസീവ് കാർഡിയാക് സ്റ്റിമുലേഷൻ. അപ്പം ഓവറായിട്ട് കൊടുത്താൽ കാർഡിയാക് സ്റ്റിമുലേഷൻ ഉണ്ടാവും, ടക്കിക്കാർഡിയ ഉണ്ടാവാനും കാർഡിയാക് അരിത്മിയ ഉണ്ടാവാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ദ ബീറ്റ അഡ്രിനോറിസെപ്റ്റേഴ്സ് അഗോണിസ്റ്റ് ക്യാൻ കോസ് ഹൈപ്പർഗ്ലൈസീമിയ. നമ്മൾ പറഞ്ഞു ബീറ്റ അധികമായിട്ടത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം നമ്മളെ ഗ്ലൈക്കോജീനോലൈസിസ് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യും അല്ല. ലിവറിനകത്ത് പോയി ബീറ്റ 2 സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കൂടും. സോ ഇറ്റ് കോസസ് ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ദസ് ഈസ് യൂഷ്വലി അൺഡിസൈറബിൾ ഇൻ പേഷ്യൻ്റ് വിത്ത് ഡയബറ്റീസ്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ ബീറ്റ 2 സ്റ്റിമുലൻസ് കൊടുക്കുന്നത് വളരെ കോഷ്യസ് ആയിരിക്കണം. ഒരു അൺഡിസൈറബിൾ ആയിട്ടൊരു സൈഡ് എഫക്റ്റാണ്. സോ സ്പെസിഫിക് ഡ്രഗ്സ്, ഇത് മോസ്റ്റ്ലി നമുക്ക് തെറാപ്യൂട്ടിക് യൂസസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് എവിടെയൊക്കെ കാറ്റക്കോളമൈൻസ് യൂസ് ചെയ്യാം എന്നുള്ള തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് കാറ്റക്കോളമൈൻസ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോക്സിന് നമ്മൾ കാറ്റക്കോളമൈൻസ് യൂസ് ചെയ്യാറുണ്ട്. Shock is a condition in which circulation to vital organs is profoundly reduced as result in inadequate blood volume. Okay, blood volume decrease ചെയ്യുവാണെങ്കിൽ it is hypovolemic shock. Inadequate cardiac function ആണെങ്കിൽ cardiogenic shock. If it is inadequate vasomotor tone, it is neurogenic shock and septic shock. Septic shock is also associated with a massive vasodilation secondary to the production of toxins by pathogenic microorganism. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോക്കാണ് ഈ പറയുന്നത്. ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് ഷോക്ക് അല്ല കേട്ടോ. ഷോക്ക് പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങളത് ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അനാഫൈലാറ്റിക് ഷോക്സ് അല്ലേ.
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് കാരണം ഉണ്ടാകുന്നതാണ് അനാഫൈലാക്റ്റിക് ഷോക്ക്. എസ്പെഷ്യലി അലർജിക് ആയിട്ടുള്ള കേസസിലൊക്കെ ഉണ്ടാകുന്നതാണ് അനാഫൈലാക്റ്റിക് ഷോക്ക്. കോസസ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഡ്യൂ ടു ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. പിന്നെ അതുപോലെ തന്നെ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാകാറുണ്ട്. ഹൗവർ മേ ആൾസോ കോസ് ഹൈപ്പോ പെർഫ്യൂഷൻ ആൻഡ് കോൾഡ് എക്സ്ട്രീമിറ്റീസ്. ഈ സെപ്റ്റിക് ഷോക്ക് വരുമ്പോഴാണ് ഈ നമ്മളുടെ ഈ ലിംബ് ഏരിയയിലെ നമ്മളുടെ ടിപ്പിക്കൽ ലിംബ് എക്സ്ട്രീമിറ്റീസ് ഓഫ് ലിംബ്, അതായത് നമ്മളെ ഫിംഗേഴ്സ് എല്ലാം എന്ത് ചെയ്യും, ഭയങ്കര കോൾഡായിട്ട് ഫീൽ ചെയ്യും ഡ്യൂ ടു ദ വാസോ കൺസ്ട്രക്ഷൻ. വാസോ കൺസ്ട്രക്ഷൻ ആയിട്ട് അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കുറയും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോഴത്തേക്ക് ആ ഒരു കോൾഡ് ഫീലിംഗ് അവിടെ തോന്നാറുണ്ട്. പക്ഷേ അതിന് റെയ്നോൾ ഡിസീസ് എന്നും പറയാറുണ്ട്, റെയ്നോൾസ് സിൻഡ്രം എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സിവിയർ ആയിട്ടുള്ള വാസോസ്പാസം കാരണം, എക്സ്പെഷ്യലി ഇതിൻ്റെ ലിംബിൻ്റെ എക്സ്ട്രീമിറ്റീസിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കാറ്റക്കോളമൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പം ഓരോ കണ്ടീഷനിലും കാറ്റക്കോളമൈൻസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിപ്പം ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ യു ആർ യൂസിങ് കാറ്റക്കോളമൈൻസ്, സോ ഇറ്റ് ഈസ് കാൾഡ് വാസോപ്രസേഴ്സ്. നമുക്ക് ഷോക്ക് ഉണ്ടാകുമ്പോൾ എക്സ്പെഷ്യലി നമ്മളുടെ മീൻ ആർട്ടീരിയൽ പ്രഷർ 60 mmHg താഴെയാണെങ്കിൽ യു ആർ ഗിവിങ് കാറ്റക്കോളമൈൻസ് സോ ദാറ്റ് യു ക്യാൻ ഇൻക്രീസ് യുവർ BP. ഈ ഹൈപ്പോവോളീമിയ കേസസിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? വാസോപ്രസേഴ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെ നമ്മൾ എന്തോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം? ഇൻട്രാവീനസ് ഫ്ലൂയിഡും അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ മാത്രമേ ഈ വാസോപ്രസേഴ്സ് കൊണ്ട് നമുക്ക് എഫക്റ്റീവ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കാർഡിയോജനിക് ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ കാറ്റക്കോളമൈൻസിൻ്റെ കൂടെ, അതായത് സുപ്പീരിയർ ടു ഫാർമക്കോളജിക്കൽ ഏജൻറ്റ് ഈ ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എപ്പോഴും ഒരു കൺജക്ഷൻ, അതായത് ഇതിൻ്റെ കൂടെ ഈ വാസോപ്രസർ ഡ്രഗും കൂടെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. സോ സച്ച് ഡ്രഗ് ഡിവൈസസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് വാസോപ്രസർ ഡ്രഗ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് കാറ്റക്കോളമൈൻസ് തെറാപ്യൂട്ടിക് യൂസ് എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഡോപ്പമിൻ നമ്മൾ സെപ്റ്റിക് കാർഡിയോ ഷോക്ക് അല്ലെങ്കിൽ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഡോപ്പമിൻ കൊടുക്കാറുണ്ട്. ഡോസ് എന്ന് പറയുന്ന യൂഷ്വലി സ്റ്റാർട്ടഡ് ഡോസ് ഓഫ് 2 mg/kg ബോഡി വെയ്റ്റിലാണ് നമ്മൾ ഡോസ് കൊടുക്കാറുള്ളത്. പെർ മിനിറ്റ് സ്ലോ ഇൻഫ്യൂഷനായിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് ദ ഡോസ് ഈസ് ടൈട്രേറ്റഡ് ടു അച്ചീവ് ദ ഡിസൈർഡ് ബ്ലഡ് പ്രഷർ. നമ്മൾ ഡോസ് ടൈട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആ ഡോസിൽ കൊടുക്കണം. കാരണം ഓവറായിട്ട് കൊടുത്താൽ ഇറ്റ് കോസസ് വാസോ കൺസ്ട്രക്ഷൻ ഇൻ ദ റീനൽ ഏരിയ. ഓക്കെ, സോ ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് പ്രൊട്ടക്ടിങ് കിഡ്നി ഇൻ പേഷ്യൻറ്റ് വിത്ത് ഷോക്ക് അപ്പിയേഴ്സ് ടു മെയിൻറ്റെയിൻ ദ മീൻ ആർട്ടീരിയൽ pressure greater than 60 mmHg with intravenous fluid and adequate dose of vasopressor agent. അപ്പം ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് ഡോപ്പമിൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ IV-യും കൊടുക്കുക, ഇൻട്രാവീനസ് ഫ്ലൂയിഡും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. നമ്മളുടെ BP എന്ന് പറയുന്നത് ഈ മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത് 60 mmHg എബോവ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, വിത്ത് എ വാസോപ്രസർ ഏജൻറ്റ്. ഓക്കെ, വാസോപ്രസർ കാറ്റക്കോളമൈൻസ് ആയിട്ടുള്ള ഏജൻസിനെ കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോമാറ്റ് എന്ന് പറയുന്നത്. നോറെപ്പിനെഫ്രിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് ആണ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. പൊട്ടൻ്റ് വാസോ കൺസ്ട്രിക്റ്റർ ആണ് നോറെപ്പിനെഫ്രിൻ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്കിൻ്റെ കേസസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ആൾസോ യൂസ്ഡ് ഇൻ കാർഡിയോജനിക് ഷോക്ക് വെൻ ദ റെസ്പോൺസ് ടു ഡോപ്പമിൻ ഈസ് ഇൻഎഡ്യൂക്കേറ്റ്. ഡോപ്പമിൻ്റെ റെസ്പോൺസ് ഇൻഎഡ്യൂക്കേറ്റ് ആകുന്ന കേസസിൽ ആൻഡ് ആൾസോ ടക്കിക്കാർഡിയ ഉണ്ടെങ്കിൽ, പേഷ്യൻറ്റ് ടക്കിക്കാർഡിയ ആണ്, അതുപോലെ തന്നെ ഡോപ്പമിൻ്റെ റെസ്പോൺസ് അഡിക്വേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഗോ ഫോർ നോറെപ്പിനെഫ്രിൻ. ഓക്കെ, കാരണം ഡോപ്പമിൻ എപ്പോഴും D1 റിസപ്റ്റേഴ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, D1 ആൻഡ് β2. അപ്പം വാസോ ഡയലേഷനാണ് ആ ഒരു സ്റ്റിമുലേഷൻ, കാർഡിയാക് സ്റ്റിമുലേഷൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം ഡോസ് കൂടുമ്പോൾ മാത്രമേ ആ കാർഡിയാക് സ്റ്റിമുലേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു ഡോപ്പമിൻ ഇൻഎഡ്യൂക്കേറ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്തിനു പോകണം? നോറെപ്പിനെഫ്രിന് പോകണം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പൊട്ടൻറ്റ് വാസോ കൺസ്ട്രിക്റ്റർ സോ ദാറ്റ് ദ ബ്ലഡ് flow towards the heart will increase and cardiac output will increase and automatically our blood pressure will increase. Okay, norepinephrine is also used to treat hypotension. അതായത് BP കുറയുകയാണെങ്കിൽ caused by decreased peripheral resistance, such can occur in person who have received excessive dose of vasodilator drug. vasodilator drugs എക്സസീവ് ആയിട്ട് കഴിക്കുമ്പം എന്ത് സംഭവിക്കും? വാസോഡൈലേഷൻ ഉണ്ടാവും. അതായത് നമ്മളുടെ വാസോ ഡയലേഷൻ ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയും. ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഡയസ്റ്റോളിക് BP
റെഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ, അതായത് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകുന്ന കേസസിലും യു ക്യാൻ ഗീവ് ഫോർ നോർ എപ്പിനെഫ്രിൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് അനാഫൈലാക്സിസ് എന്ന് വെച്ചാൽ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാകുന്നത്, സിവിയർ ആയിട്ടുള്ള ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. ആ കേസിൽ നമ്മളുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ ആയിരിക്കും. സോ ദാറ്റ് ഇൻക്രീസിങ് ബ്ലഡ് പ്രഷർ, എപ്പിനെഫ്രിൻ കൗണ്ടറാക്ട്സ് ദ എഫക്ട്സ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് അതർ മീഡിയേറ്റർ ദാറ്റ് ആർ റിലീസ്ഡ് ഫ്രം ദ മാസ്റ്റ് സെൽസ് ആൻഡ് ബാസോഫിൽസ് ഡ്യൂറിങ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. കാരണം ഈ എപ്പിനെഫ്രിന് എവിടെയും, എപ്പിനെഫ്രിൻ്റെ റിസപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം, ആൽഫ 1 ബീറ്റ 1 ബീറ്റ 2ലും ഇതിന് അഫിനിറ്റി ഒരുപോലുള്ളതാണ്. സോ ഈ ബീറ്റ 2 എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ മാസ്റ്റ് സെൽസിലും എന്തുണ്ട്, ബീറ്റ 2 ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു ആർ സ്റ്റിമുലേറ്റിംഗ് മാസ്റ്റ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് സൈറ്റോകൈൻസ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ്, അതുപോലുള്ള മാസ്റ്റ് സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സൈറ്റോകൈൻസിൻ്റെയും പ്രോസ്റ്റോഗ്ലാൻഡ്സിൻ്റെ എല്ലാം പ്രൊഡക്ഷനെ അതങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. സോ ദാറ്റ് ഇറ്റ് സ്ലീപ്സ്. അതെ, അതങ്ങ് മാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ആർ ഗിവിങ് എപ്പിനെഫ്രിൻ എന്താ അപ്പം അങ്ങനെ ആ ഒരു മാസ്റ്റ് സെല്ലിൽ നിന്നുണ്ടാകുന്ന സൈറ്റോകൈൻസിൻ്റെയും പ്രോസ്റ്റോഗ്ലാൻഡിൻ്റെയും പ്രൊഡക്ഷൻ കാരണം എന്താ, കുറച്ചും കൂടെ വാസോ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ബ്രോങ്കിയോ ആസ്മ കുറച്ചും കൂടെ സിവിയർ ആവും. അപ്പം നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കുകയാണെങ്കിൽ ദർ ഈസ് ദ ബീറ്റ 2 സ്റ്റിമുലേഷൻ, ദെർബൈ ഇൻഹിബിറ്റിംഗ് ദ മാസ്റ്റ് സെല്ലിൻ്റെ പ്രൊഡക്ഷനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബ്രോങ്കോ ഡയലേഷനും കിട്ടാറുണ്ട്. ഓക്കെ, ബ്രോങ്കോ ഡയലേഷനും കിട്ടും, അതുപോലെ തന്നെ കൗണ്ടറാക്ട് ദ എഫക്റ്റ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് അതർ മീഡിയേറ്റർ ദാറ്റ് ആർ റിലീസ്ഡ് ഫ്രം ദ മാസ്റ്റർ സെൽസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. അടുത്തതെന്ന് വെച്ചാൽ എപ്പിനെഫ്രിൻ ഈസ് യൂസ്ഡ് ആസ് വാസോ കൺസ്ട്രിക്റ്റഡ് ടു റെഡ്യൂസ് ബ്ലീഡിങ് ഡ്യൂറിങ് സർജറി ആൻഡ് ടു പ്രൊലോങ് ദ ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സ്. അപ്പോൾ എപ്പിനെഫ്രിൻ്റെ വേറെ ആക്ഷൻ എന്താണ്, ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട്, എക്സ്പെഷ്യലി ഡ്യൂറിങ് സർജറി, ആൻഡ് ടു പ്രൊലോങ് ദ ആക്ഷൻ ഓഫ് ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ ആക്ഷൻ പ്രൊലോങ് ചെയ്യാനായിട്ടും എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ എപ്പിനെഫ്രിൻ യൂസ് ചെയ്യാറുണ്ട്. എപ്പിനെഫ്രിൻ ഈസ് ആൾസോ യൂസ്ഡ് ആസ് എ കാർഡിയാക് സ്റ്റിമുലന്റ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അടുത്തത് ഐസോപ്രോട്രിനോൾ ഓർ ഐസോപ്രീനാലിൻ ഈസ് ആൾസോ യൂസ് ടു ട്രീറ്റ് റിഫ്രാക്ടറി ബ്രാഡികാർഡിയ ആൻഡ് atrioventricular block when other measures have not been successful. Although it has been used to treat asthma, നമുക്കറിയാം ഐസോപ്രോട്രിനോൾ എന്ന് പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2 അഫിനിറ്റി. ബീറ്റ 1ലോട്ടും ബീറ്റ 2ലോട്ടും അഫിനിറ്റി ഉള്ളൊരു ഡ്രഗാണിത് ഐസോപ്രോട്രിനോൾ എന്ന് പറയുന്ന ഡ്രഗ് അല്ലേ. സോ അത് നമുക്ക് ബ്രാഡികാർഡിയ, റിഫ്രാക്ടറി ബ്രാഡികാർഡിയയ്ക്കും ആട്രിയോവെൻട്രിക്കുലർ ബ്ലോക്കിനും ഒക്കെ ട്രീറ്റ് ചെയ്യും. ഇത് ആസ്മയ്ക്കും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ബീറ്റ 2 ബാക്കിയുള്ള ബീറ്റ 2 പ്രസൻറ്റ് ചെയ്തേക്കുന്ന അതായത് ലിവറിലും ഒക്കെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. സോ പക്ഷേ ഇവിടെ ഒരു കേസ് എന്ന് വെച്ചാൽ സെലക്റ്റീവ് ബീറ്റ 2 അഡ്രിനർജിക് അഗോണിസ്റ്റ് ഈസ് യൂഷ്വലി പ്രിഫേർഡ് ഫോർ ദിസ് indication because it does not increase the heart rate as such as isoproterenol. ഈ ഐസോപ്രീനാലിൻ കൊടുത്താൽ ഇങ്ങനത്തെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ അഡ്രിനോ റിസപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡൊബ്യൂട്ടമിൻ ആണ്. ഡൊബ്യൂട്ടമിൻ നിങ്ങൾക്കറിയാം ബീറ്റ 1ലാണ് അതിന് കൂടുതൽ അഫിനിറ്റി ഉള്ളത്, ലെസ് അഫിനിറ്റി ടുവേഴ്സ് ആൽഫ 1 ആൻഡ് ബീറ്റ 1. അപ്പോൾ ഡൊബ്യൂട്ടമിൻ ഈസ് എ കാർഡിയാക് സ്റ്റിമുലൻറ്റ്, അതായത് ബീറ്റ 1ലോട്ട് അഫിനിറ്റി ഉണ്ടായതുകൊണ്ട് കാർഡിയാക് സ്റ്റിമുലൻ്റ് ആണ്. അയണോട്രോപ്പിക്, അതായത് പോസിറ്റീവ് അയണോട്രോപ്പിക് എഫക്റ്റ് തരുന്ന ഒരു ഡ്രഗാണ് എന്താ ഡൊബ്യൂട്ടമിൻ എന്ന് പറയുന്നത്. It is used as cardiac stimulant during heart surgery and is short-term management of acute heart failure and cardiogenic shock. അങ്ങനത്തുള്ള കേസസ് എല്ലാം ഡൊബ്യൂട്ടമിൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡൊബ്യൂട്ടമിൻ സെപ്റ്റിക് ഷോക്കിന് യൂസ് ചെയ്യാറില്ല. കാരണം ഫർദർ ആയിട്ടുള്ള വാസോ ഡയലേറ്റർ, സെപ്റ്റിക് ഷോക്കിൽ തന്നെ വാസോ ഡയലേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൊബ്യൂട്ടമിൻ കൊടുത്താൽ ഫർദർ ആയിട്ടുള്ള വാസോ ഡയലേഷൻ വിൽ റെഡ്യൂസ് ദ മസ്കുലർ റെസിസ്റ്റൻ്റ് ആൾസോ ദ ബ്ലഡ് പ്രഷറിനെ കുറച്ചും കൂടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഡൊബ്യൂട്ടമിൻ കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് യൂട്ടിലിറ്റി ഇൻ ഹൈപ്പോടെൻസീവ് പേഷ്യൻ്റ് ഈസ് ലിമിറ്റഡ് ടു സിറ്റുവേഷൻ ഇൻ വിച്ച് ഹൈപ്പോടെൻഷൻ ഈസ് യൂസ്ഡ് ബൈ ബ്രാഡികാർഡിയ. അപ്പം ഹൈപ്പോടെൻസീവ് പേഷ്യൻസിന് ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഇഫ്
if a patient is having negative inotropic effect and a well defined kidney function, അതായത് അയാൾക്ക് നെഗറ്റീവ് ഐനോട്രോപ്പിക് എഫക്റ്റ് ആണ്, പക്ഷേ അയാളെ കിഡ്നി ഫങ്ഷൻ ഗുഡാണ്, നല്ല കിഡ്നി ഫങ്ഷൻ ആണ് എങ്കിൽ വിച്ച് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്? നിങ്ങൾ ഏത് ഡ്രഗ് ആയിരിക്കും കൊടുക്കുക അങ്ങനത്തെ ഉള്ള പേഷ്യൻറ്റിന്? You will go for dobutamine. Okay, dobutamine പോവുക. If the patient is having negative inotropic effect and also poor kidney ഫങ്ഷനും poor ആണെങ്കിൽ നിങ്ങൾ ഏത് ഡ്രഗിന് പോവും? ഓർത്തോളുക, നെഗറ്റീവ് ഐനോട്രോപ്പിക് എഫക്റ്റ് ആണ്, കിഡ്നി ഫങ്ഷൻ പുവർ കിഡ്നി ഫങ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഏത് ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരിക്കും നിങ്ങളുടെ? യു വിൽ ഗോ ഫോർ ഡോപ്പമിൻ. ഓക്കെ, പിന്നെ ഇപ്പം വേറെ എന്താ, നിങ്ങൾക്കിപ്പം കറക്റ്റ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരിക്കും നിങ്ങളുടെ? സെലക്റ്റീവ് ബീറ്റ-2 ആയിരിക്കും അല്ലേ? സെലക്റ്റീവ് ബീറ്റ-2 റിസപ്റ്റർ ഡ്രഗ് സ്റ്റിമുലൻസിനെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ സാൽബ്യൂട്ടമോൾ അങ്ങനെയുള്ള ഡ്രഗ്സിനെ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലേ? അടുത്തതെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ബീറ്റ-1 സ്റ്റിമുലേഷൻ ആണെങ്കിൽ, ഇപ്പോൾ കാർഡിയോക് സ്റ്റിമുലേഷൻ ആണ് വേണ്ടതെങ്കിൽ യു വിൽ ഗോ ഫോർ ബീറ്റ-1 റിസപ്റ്റർ അല്ലേ? ബീറ്റ-1 കാർഡിയാക് സ്റ്റിമുലേഷൻ വേണമെങ്കിൽ യു വിൽ ഗോ ഫോർ ബീറ്റ-1 അഫിനിറ്റി ഉള്ള ഡ്രഗ്സിലോട്ട് പോകും അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോൺ കാറ്റഗോളമൈൻസ് അടുത്ത PPT-ക്കകത്ത് നോക്കാം.